ജോബിയാണേ. ഞാനിങ്ങനെ അധികമായിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചോളാം ഞാൻ എവിടെയെങ്കിലും പെട്ട് കിടക്കുക അത്. പക്ഷേ അത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങുന്നുണ്ട്, പക്ഷേ എന്നാൽ അത്ര വിഷയമില്ല. ഇതുണ്ടോ, അതിവിടെ എല്ലാം വെള്ളം. എൻ്റെ ബാക്കി എല്ലാ കോമ്പൗണ്ടുകളും സുരക്ഷിതമാക്കിയ കാരണം വീടിൻ്റെ ഫ്രണ്ടിലെ മുറ്റത്തൂടെ ഉള്ളൂ എനിക്ക് മീൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ളൂ. ഞാൻ അപ്പം ചെയ്തതിൽ 500 ഗ്രോ ബാഗിലാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. കരിപ്പെടുത്ത ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച ഗ്രോ ബാഗാണ്. ഇപ്പോൾ വേണ്ട 6 കൃഷി കഴിഞ്ഞ ഗ്രോ ബാഗും അതിൻ്റെ മണ്ണും, ബന്ദി കൃഷി, കുക്കുംബർ കൃഷി, ഇതെല്ലാം ഗ്രോ ബാഗിലാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിനെ എല്ലാം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ഇവരെ കംപ്ലീറ്റ് ഒരു പടുതായിട്ടിട്ട് ആ പടുതായുടെ മേളിലോട്ട് ഈ ഗ്രോ ബാഗുകൾ നമ്മൾ അടുക്കി. അപ്പം ഏതാണ്ടൊരു ഒരടിക്ക് മേളിൽ നമുക്ക് ഹൈറ്റ് വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഇനിയും വെള്ളം കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ മേളിൽ വെക്കും. ഏതായാലും നമ്മുടെ ഇത്രയും ഒരു കരുതലായിട്ട് നമുക്ക് സാധനം കയ്യിലിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഗ്രോ ബാഗിനെ നമ്മളിങ്ങനെ അടുക്കിയിരിക്കുകയാണ്. നമ്മുടെ മിറ്റം കെട്ടിയിരിക്കുന്ന ആ ഇതിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിലടുക്കി അങ്ങനെ ഭംഗിയാക്കി ചെയ്തതിന് ശേഷം കണ്ടോ, രണ്ടാമത്തെ ഒരു ഗ്രോ ബാഗ് ആ ഒരു ഹൈറ്റ് കിട്ടി. ഇപ്പം അത് വെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. കുട്ടനാട്ടുകാരുടെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ എന്തോരം വെള്ളം പൊങ്ങും നമുക്ക് ഇവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പെയ്യുന്ന അളവ് എല്ലാം അനുസരിച്ചുകൊണ്ട് കൂടി വന്നാൽ 1 ഇഞ്ച് 2 ഇഞ്ച് അല്ല ആ ഒരു കാലടി അതിന് മുകളിലൊന്നും ഒറ്റ ട്രിപ്പായിട്ട് അങ്ങ് വെള്ളം പൊങ്ങത്തില്ല. ഇതിപ്പം എൻ്റെ വൈഫിൻ്റെ ചെടികളൊക്കെയാണ്. ഇതിനെയെല്ലാം ഞാൻ അവിടെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഏതായാലും വെള്ളം പൊങ്ങിയപ്പോഴേ തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും അവളും കൂടെ ചങ്ങനാശ്ശേരിയിലെ വലിയ കുളത്തേക്ക് അവരുടെ വീട്ടിലേക്ക് പോയി. ഇന്നലെ വൈകിട്ട് എൻ്റെ കാറിനെ ഞാൻ കൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ടിട്ടു. അപ്പം ഞാനും അച്ചാച്ചനും അമ്മച്ചിയും മാത്രം ഞങ്ങളിവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിപ്പം ഈ ഒരു ലെവലാണ്. ഇപ്പം ഇതിവിടെ കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ ഒരു 2018 പ്രളയത്തിലെ ഒരു ലെവലിലേക്ക് എത്തും. അതും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പോട്ടെന്നേ, നമുക്ക് ഫൈറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ പണിക്കാരനാണ്, അവനും ഇന്ന് പോയി 1-ാം തീയതി. നാളെ രാവിലെ അവൻ്റെ ട്രെയിനാണ്. ഇന്നിങ്ങോട്ട് വരാനായിട്ട് ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ തിരിച്ചെത്തിക്കാനായിട്ട് എൻ്റെ വണ്ടിയില്ല, അതുകൊണ്ട് നീ വരണ്ട. എനിക്കിനി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. ഞങ്ങളുടെ ശൈലി ഇങ്ങനെയാണ്, കുട്ടനാട്ടുകാരുടെ ശൈലിയാണ്. ചെറുപ്പം മുതൽ ഞങ്ങൾ ജനിച്ചു വളർന്നതെല്ലാം കണ്ട് ഇതിനപ്പുറമായിരുന്നു. പണ്ടൊന്നും ഇതൊന്നും അല്ല. ഇപ്പോഴല്ലേ ഓരോരുത്തരുടെ മുറ്റങ്ങളൊക്കെ ഇത്രയും മെറ്റിലും ഒക്കെ ഇട്ട് ഭംഗിയാക്കി. അന്നൊക്കെ വെറും പാടത്തുനിന്ന് ഇറക്കുന്ന കട്ടയും അല്ലെങ്കിൽ നമ്മുടെ ചുമല മണ്ണും ഒക്കെയാണ്. ഇത് ഓരോ വർഷം കഴിയുമ്പോൾ ഇത് താന്നു പോകും. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇവിടെ കയറി വന്നു. ഇതൊക്കെ അതിജീവനത്തിൻ്റെ ഭാഗം. ഞങ്ങളെ കൊണ്ടൊന്നും ഒരു വിഷയമല്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വെള്ളം പൊങ്ങുന്നത് ഒരു കണക്കിന് ഈ പാടത്തും തൊടുകയിലും കിടക്കുന്ന ഈ വെള്ളങ്ങളും അണുക്കളും എല്ലാം കംപ്ലീറ്റ് ഇത് നേരെ ഒഴിയും. ഇത് ഇഞ്ചി കൃഷി ചെയ്തിരുന്ന അത് വെള്ളം കയറിയപ്പോൾ അതിന് ഞാനെല്ലാം പറിച്ച് കരക്കി. ഇന്നത്തെ കണ്ടീഷനാണ്. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പുറം ഇപ്പുറം വെള്ളം ഈ ലെവലിലായിട്ട് ഇനിയും കൂടി വന്നാൽ 1 ഇഞ്ചും കൂടി ഇന്ന് ഉയരുമായിരിക്കും. ഇനി 3-4 ദിവസത്തെ മഴ പെയ്താലും നമ്മൾ സേഫാണ്. ഫൈറ്റ് ആൻഡ് ട്രൈ അഗെയിൻ. നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കും. നമ്മൾ മടിയനായി പോയി കഴിഞ്ഞാൽ അതോടെ ഈ പണിക്കൊന്നും ഇറങ്ങല്, ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. പക്ഷേ ഇതിലും ഒരു സന്തോഷം.